നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു. കോടതിയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പൾസർ സുനിയും ദിലീപും ഉൾപ്പെടെയുള്ള പ്രതികൾ ഹാജരായി. അടച്ചിട്ട മുറിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത്. അല്ലമീൻ നൽകും വിവരങ്ങൾ. അല്ലമീൻ, ഇനിയിപ്പോൾ കുറച്ച് ആളുകളെ മാത്രമാണ് വിചാരണ ചെയ്യാൻ ബാക്കിയുള്ളത്. രണ്ടാം ഘട്ട വിചാരണയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജയ, നടിയെ ആക്രമിച്ച കേസ് അതിൻ്റെ വിചാരണയും മറ്റ് കോടതി നടപടികളുമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 2 മാസത്തിനകം ഇതിൻ്റെ വിധി വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അവസാനഘട്ട നടപടികളുടെ ഭാഗമായിട്ടാണ് കോടതി പ്രതികളെ വിസ്തരിക്കുന്നത്. നേരത്തെ വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷികളെയും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒക്കെ ദിവസങ്ങളോളം കോടതിയും വിസ്തരിച്ചിരുന്നു. ചോദ്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ടം എന്ന നിലയിൽ പ്രതികളെ കോടതി നേരിട്ട് കാര്യങ്ങൾ വിസ്തരിക്കുന്നതിനായി ആരംഭിച്ചിരിക്കുന്നത്. 13 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിൽ 1-ാം പ്രതി പൾസർ സുനി, 8-ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള 12 പ്രതികൾ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. 5-ാം പ്രതി കോടതിയിൽ ഹാജരായിട്ടില്ല. മറ്റെന്തോ ബുദ്ധിമുട്ട് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കോടതി ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അല്ല എങ്കിൽ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ മറ്റു ദിവസങ്ങളിലേക്ക് കൂടി ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും നേരത്തെ ഈ വിചാരണ ഘട്ടത്തിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന സമയത്ത് 1-ാം പ്രതി പൾസർ സുനിയും 8-ാം പ്രതി ദിലീപും ഒരുമിച്ച് കോടതി മുറിയിലെത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും ഇരുവരും ഒന്നിച്ച് കോടതി മുറിയിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പൾസർ സുനി ഈ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച വരെയും കോടതി നടപടികൾക്ക് പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് പൾസർ സുനി എത്തിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ സ്വതന്ത്രമായി കോടതിയിലേക്ക് വരാൻ പൾസർ സുനിക്കായി, അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം കോടതിയിൽ ആദ്യമായി ഹാജരാകുന്നു പൾസർ സുനി എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ഇന്ന് തന്നെ ഒരുപക്ഷെ ഈ ചോദ്യങ്ങളെല്ലാം കോടതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ നടപടികൾ പൂർത്തിയായേക്കാം. ഇനി അതല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ കൂടി ലിസ്റ്റ് ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും പ്രതികളെ വിസ്തരിക്കുന്ന നടപടി കോടതി ആരംഭിച്ചിരിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ പ്രത്യേക വിചാരണ കോടതിയാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. സുജയ.